ഇന്ന് യൂത്ത് നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോൺഫിഡൻസ്. ആത്മവിശ്വാസമില്ല, അവർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ ആക്ഷൻസിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ പേടിയാണ്. എന്തുകൊണ്ട് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ ഇന്ന് നിലനിൽക്കുന്നു? അതിന് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള 5 വഴികളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന അഥവാ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ്. ചിലരൊക്കെ വിചാരിക്കുന്നത് പടച്ചിറപ്പ് നേരിട്ട് ഒരു മനുഷ്യർക്ക് ജനിക്കുമ്പോൾ തന്നെ നൽകിയതാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ഏത് മനുഷ്യനും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് കോൺഫിഡൻസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇനിയെങ്ങാനും കോൺഫിഡൻസ് ഇല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് നോളജ് ഉണ്ടായിട്ടും നിങ്ങളുടെ എന്ത് കഴിവുണ്ടായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് നന്നായിട്ട് ഉണ്ടാക്കണം. കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള 5 വഴികളാണ് ഞാനിവിടെ പറയുന്നത്. അതിലൊന്നാമത്, ഓൾവേസ് ബിക്കം എ ഫ്രണ്ട് സീറ്റർ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാൽ, ഒരു ഫംഗ്ഷന് പോയാൽ, ഒരു ക്ലാസ്സിന് പോയാൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സീറ്റിൽ നമ്മൾ ഉണ്ടാവണം. നമ്മളെപ്പോഴും ഒരു ക്ലാസ്സിലെത്തിയാൽ അതിൻ്റെ അവസാനമാണ് എപ്പോഴും സെർച്ച് ചെയ്യുക, അതിൻ്റെ ലാസ്റ്റ് സീറ്റിൽ ഒഴിവുണ്ടോ എന്നൊക്കെ. ഫ്രണ്ടൊക്കെ ഒഴിവാണെങ്കിലും നമ്മളെപ്പോഴും സെർച്ച് ചെയ്യുന്നത് ബാക്കിലായിരിക്കും. പല കാരണങ്ങൾ പറയാം. അഥവാ എനിക്ക് താല്പര്യമില്ല മുന്നിലിരിക്കാൻ, പക്ഷേ ഇഷ്ടമല്ല ബാക്കിലിരുന്ന് എന്തെങ്കിലും കളിക്കാം, ക്ലാസ് ശ്രദ്ധിക്കണ്ട എന്നൊക്കെ പലരും പറയുമെങ്കിലും അതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിലൊരു ഭയമുണ്ട്, ഞാൻ മുന്നിലിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലരും മുന്നിലിരിക്കാത്തത്. കോൺഫിഡൻസ് മുന്നിലിരിക്കുക എന്തുണ്ടെങ്കിലും അത് നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവുക. രണ്ടാമതായിട്ട്, ഗ്രൂം യുവർ സെൽഫ്. നമ്മുടെ ഡ്രസ്സായാലും നമ്മുടെ താടി മുടി അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് പോവുക. നമ്മൾ ചില പെരുന്നാളിന് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള പാർട്ടികൾക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ഫ്രഷ് ആയിട്ട് പോകുന്നത്. അതേപോലെ ഓൾവേസ് എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. അത് നമ്മുടെ കോൺഫിഡൻസിനെ ഉയർത്തും. മൂന്നാമതായിട്ട്, ഫിസിക്കൽ എക്സസൈസ്. ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക എന്നാൽ നമ്മുടെ ബോഡി പാർട്സ് ഒരുപാട് അനങ്ങുകയും അതിനൊരു എനർജിയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് അധികരിക്കുന്നത്. അതുകൊണ്ട് ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. നാലാമതായിട്ട് പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിങ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ഒരുപാട് പേരെ പരിചയപ്പെടുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ കൂട്ടിൽ അഥവാ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലെ അതിനെ വിട്ടിട്ട് ആ കംഫർട്ട് സോൺ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സിനോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു വഴി ചോദിക്കാൻ വരെ, അറിയാത്ത മനുഷ്യരോട് ഒരു വഴി ചോദിക്കാൻ വരെ മടിയാണ്. അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ അറിയാത്ത ഒരു ദിവസം ഒരാളെയെങ്കിലും പുതുതായിട്ട് നിങ്ങൾ പരിചയപ്പെടുക. ഓരോ ദിവസവും പുതിയ ആൾക്കാരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, നിങ്ങൾ സമയം ചോദിക്കുക, വഴി ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് പലപ്പോഴും പല പരിപാടികൾക്കും പോകാൻ തന്നെ ഇഷ്ടമല്ലാത്തത് നമുക്കറിയാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ടാവും, നമ്മുടെ പരിചയമില്ലാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ സ്ട്രേഞ്ചേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അഞ്ചാമതായിട്ട്, വാക്ക് ഫാസ്റ്റ്. എപ്പോഴും ഈ തോൽവിയുള്ള മനുഷ്യർ എപ്പോഴും സ്ലോ മൂവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാവാൻ നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുക. ഫാസ്റ്റായിട്ട് നടക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഓടുക എന്നുള്ളതൊന്നല്ല. നിങ്ങൾ ഇന്ന് നടക്കുന്നതിൻ്റെ ഒരു 0.5% കുറച്ച് സ്പീഡായിട്ട് നടക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഈ 5 കാര്യങ്ങളാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സീക്രട്സ്. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഡേ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ടൊക്കെ വളരെ കോൺഫിഡൻസ് അധികരിച്ചതായിട്ട് തോന്നും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.